എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC നടത്തിയിരിക്കുന്ന പ്രീവിയസ് ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വരാൻ പോകുന്ന LDC LGS പരീക്ഷയ്ക്ക് ഗുണപ്രദമായ രീതിയിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യപേപ്പറിലെ ഒന്നാമത്തെ ചോദ്യം 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാമെന്ന എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരീക്ഷയിൽ LD ലെവൽ പരീക്ഷയിലൊക്കെ ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട്. കൃത്യമായിട്ട് SCRT ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അത് നിർബന്ധമായിട്ടും വായിക്കണം. അപ്പോൾ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. പ്രസ്താവന 1 നൽകിയിരിക്കുന്ന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു എന്നതാണ്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് മുമ്പ് 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് മുമ്പ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ഇല്ലായിരുന്നു. എന്നാൽ 1991 ഈ പറയുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ എന്താണ് അനുമതി ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി എന്നതാണ് അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. 1991 ഈ പറയുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഉയർന്ന നികുതി നിരക്കായിരുന്നു നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഉയർന്ന തോതിലുള്ള കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. എന്നാൽ 1991 ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയതോടുകൂടി നികുതി നിരക്കൊക്കെ കുറയ്ക്കുകയും ഇറക്കുമതി ചുങ്കം കുറയ്ക്കുകയും അതേ സമയത്ത് കയറ്റുമതി ചുങ്കം മിക്കവാറും നിർത്തലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന രണ്ടാമത്തെ പ്രസ്താവനയും എന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി എന്നതാണ് മൂന്നാമത്തെ പ്രസ്താവനയായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. 1991 ഈ പറയുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് ഒക്കെ നിലവിലുണ്ടായിരുന്നു. അതേ സമയത്ത് ഇതിന് ശേഷം ഒട്ടുമിക്ക മേഖലയിലും ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് ഒക്കെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങളൊക്കെ എന്താണ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഒട്ടുമിക്ക മേഖലകളിലും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഡി പ്രസ്താവന 1, 2, 3 എല്ലാം ശരി എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ SCRT പറയുന്നുണ്ട്. അതൊന്ന് വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗൈഡ് എടുത്ത് വായിച്ചാലും മതി. എല്ലാം ഒരേ പോയിന്റുകൾ തന്നെയായിരിക്കും. കാരണം ഇതിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു മാർക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് ആ ഒരു ടോപ്പിക് ഒന്ന് വായിച്ചു വിട്ടാൽ നിങ്ങൾക്ക് ആ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. നല്ല രീതിയിൽ ഒന്ന് വായിച്ചാൽ പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു മാർക്ക് 100% ഉറപ്പിക്കാൻ പറ്റും. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പറയുന്നത് 15ാമത്തെ ചോദ്യമായിട്ട് ഈ പരീക്ഷ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നു. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ GDP-യിലേക്ക് വിവിധ മേഖലകളിൽ നൽകുന്ന സംഭാവനകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഒരു രാജ്യത്തെ സമ്പദ്ഘടനയെ പ്രധാനമായിട്ട് 3 അടിസ്ഥാന മേഖലകളായിട്ട് തരംതിരിക്കുന്നു എന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊന്നാണ് പ്രൈമറി സെക്ടർ, രണ്ടാമതായി വരുന്നത് സെക്കൻഡറി സെക്ടർ, മൂന്നാമത് വരുന്നത് ടേർഷറി സെക്ടർ. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പറയാൻ പറ്റും, എളുപ്പത്തിൽ പറയാൻ പറ്റും. ഈ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ കാർഷിക മേഖല, സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ വ്യവസായ മേഖല, ടേർഷറി സെക്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ സേവന മേഖല. അതായത് പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന കൃഷിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ മേഖലയെ നമ്മൾ എന്തെന്ന് പറയുന്നത് കാർഷിക മേഖല എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏതാണ് ഈ പറയുന്ന നമ്മുടെ പ്രൈമറി സെക്ടറാണ്, അല്ലെങ്കിൽ പ്രാഥമിക മേഖലയാണ്, അല്ലെങ്കിൽ കാർഷിക മേഖലയാണ്. അതേ സമയത്ത് വ്യവസായമാണ് ഈ പറയുന്ന ദ്വിതീയ മേഖലയുടെ അടിത്തറ. അതുകൊണ്ട് ആ ഒരു മേഖലയെ നമ്മൾ വ്യവസായ മേഖല എന്നാണ് വിളിക്കുന്നത്. അതായത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ഈ പറയുന്ന ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖല എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് തൃതീയ മേഖലയാണ്. തൃതീയ മേഖല എന്ന് പറയുമ്പോൾ അവിടെ സേവനമാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു മേഖലയെ നമ്മൾ സേവന മേഖല എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്ന മേഖല നമ്മുടെ സേവന മേഖലയാണ്. അതായത് നമ്മുടെ ഈ പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും എവിടെയാണ്? നമ്മുടെ ഈ പറയുന്ന സേവന മേഖലയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ തൃതീയ മേഖല എന്ത് പേരിൽ അറിയപ്പെടുന്നു? നമ്മുടെ സേവന മേഖല എന്നും കൂടെ അറിയപ്പെടുന്നു. ഇനി നമ്മൾ ഈ 3 മേഖലകൾ നമ്മൾ പഠിച്ചല്ലോ. ഒന്ന് നമ്മൾ പ്രൈമറി സെക്ടർ, 2 നമ്മൾ സെക്കൻഡറി സെക്ടർ, മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ടേർഷറി സെക്ടറാണ്. അതിൽ ഈ പ്രൈമറി സെക്ടറിനെയാണ് നമ്മൾ കാർഷിക മേഖല എന്നും ഇതിനാണ് നമ്മൾ വ്യവസായ മേഖല എന്നും ടേർഷറി സെക്ടറിനെയാണ് നമ്മൾ സേവന മേഖല എന്നും പറയുന്നത്. ഇനി ഇന്ത്യൻ GDP-യിലേക്കുള്ള സംഭാവനയിലേക്ക് വരുമ്പോൾ അവിടെ ഈ പറയുന്ന നിലവിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ഈ പറയുന്ന ടേർഷറി സെക്ടറാണ്. ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ടേർഷറി
സെക്ടറാണ്. അതായത് ടെർഷറി സെക്ടറാണ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത്. രണ്ടാമത് ഏതാണ്? നമ്മുടെ സെക്കൻഡറി സെക്ടറാണ്. ഏറ്റവും കുറവ് സംഭാവന നൽകുന്നത് നമ്മുടെ പ്രൈമറി സെക്ടറാണ്. അതായത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സേവന മേഖലയാണ്, രണ്ടാമത് നൽകുന്ന വ്യവസായ മേഖലയാണ്, മൂന്നാമത് നൽകുന്നത് നമ്മുടെ ഏതാണ്? നമ്മുടെ കാർഷിക മേഖലയാണ്. ഇനി ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു 50% എവിടെ നിന്ന് സംഭാവന ലഭിക്കുന്നുണ്ട്? ടെർഷറി സെക്ടറിൽ നിന്ന് സംഭാവന ലഭിക്കുന്നുണ്ട് നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക്. അതേ സമയത്ത് ഈ പറയുന്ന സെക്കൻഡറി സെക്ടറിലേക്ക് വരുമ്പോൾ പുതിയ ഈ 2022-23 കാലഘട്ടത്തിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം ഒരു 28% ആണ് എവിടെ നിന്നുള്ള സംഭാവന എന്ന് പറയുന്നത്? ഈ പറയുന്ന സെക്കൻഡറി സെക്ടറിൽ നിന്നുള്ള സംഭാവന എന്ന് പറയുന്നത്. അതായത് നമുക്ക് പറയാൻ പറ്റും 30% താഴെയാണ്. നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ലെസ് ദാൻ 30% എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഏറ്റവും കുറവ് സംഭാവന എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഈ പറയുന്ന പ്രൈമറി സെക്ടറാണ്. അത് കണക്ക് പ്രകാരം പറയുന്ന ഒരു 18%, അതായത് 20% താഴെയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും കുറവ് ഇവിടുന്നാണ് നമ്മുടെ കാർഷിക മേഖലയിൽ നിന്നാണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരിക. ഒന്നാമത്തെ പ്രസ്താവന തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് 28% പുതിയ ഡാറ്റ പ്രകാരമുള്ളത്. അതായത് 30% കുറവാണ്. അതേസമയത്ത് ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്ന പ്രാഥമിക മേഖലയാണ്. അതും ശരിയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി ഇതിനു മുമ്പ് ഈ ശതമാനമൊക്കെ, അതായത് ഈ പ്രാഥമിക മേഖല GDP-യിലേക്കുള്ള സംഭാവന സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം എത്ര ശതമാനമാണെന്ന് ഇതിനു മുമ്പ് നടന്നൊരു പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശതമാനവും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഞാൻ ആദ്യം പറയുന്നത് പ്രാഥമിക മേഖല, അതായത് 2022-23 സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. 2022-23 വർഷത്തെ ദേശീയ വരുമാനത്തിലേക്കുള്ള വിവിധ മേഖലകളിലെ സംഭാവനകളിലേക്ക് വരുമ്പോൾ അവിടെ പ്രാഥമിക മേഖലയുടെ സംഭാവന എന്ന് പറയുന്നത് 18.42% പ്രാഥമിക മേഖലയുടെ സംഭാവന. അപ്പോൾ ഇത് എന്താണ്? 18% എന്നെങ്കിലും ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഒരു 18ഉം 20ഉം അതിനിടയിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്? 18.42% ഇതേതാണ്? പ്രാഥമിക മേഖലയാണ്. ഇനി ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ ഒരു 28.25%, അതായത് 28% എന്ന് ഓർത്തിരിക്കുക. അതായത് 30% താഴെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ തൃതീയ മേഖലയാണ്. അത് 53.34%, അതായത് 50% കൂടുതൽ എന്ന് ഓർത്തിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൽ പ്രാഥമിക മേഖലയുടെ സംഭാവനയാണ് ചോദിച്ചത്. 18.42%. എത്രയാണ്? 18.42%. മറ്റതോ 28.25%. ടെർഷറി സെക്ടറോ 53.34% കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത പാലുൽപാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് 16ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. 16ാമത്തെ ചോദ്യത്തിൽ ഒന്നാമത്തെ പ്രസ്താവന ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലാണെങ്കിലും പശുവിൻ പാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2022-23 ആ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ഓർത്തിരിക്കണം. 2022-23 ആ ഒരു റിപ്പോർട്ട് പ്രകാരമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നമ്മുടെ ഹരിയാനയാണ്. ഹരിയാന എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനമാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? വർഗീസ് കുര്യനാണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന ഹരിയാനയാണ്. എന്നാൽ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ കാരണം? നമുക്കറിയാം, ഇന്ത്യയിൽ പാൽ ഉൽപ്പാദനത്തിലുണ്ടായ വർധനവ് എന്ന് പറയുന്നത് ധവള വിപ്ലവത്തിന്റെ ആരംഭമാണ്. ഇന്ത്യയിൽ പാൽ ഉൽപ്പാദനത്തിലുണ്ടായ വർധനവ് എന്ന് പറയുന്നത് എന്താണ്? ധവള വിപ്ലവത്തിന്റെ ആ ഒരു തുടക്കം മൂലമാണ്. അപ്പോൾ ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ഈ പറയുന്ന ധവള വിപ്ലവമാണ്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇന്ത്യയിൽ പാൽ ഉൽപ്പാദനത്തിലുണ്ടായ വർധനവാണ് ധവള വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് ധവള വിപ്ലവമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? വർഗീസ് കുര്യനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് ഈ പറയുന്ന ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് സ്വിറ്റ്സർലാൻഡ് ആണ്. ഏതാണ് രാജ്യം? സ്വിറ്റ്സർലാൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഈ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായിട്ടുള്ള
അമൂല് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അത് ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുപക്ഷെ ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അമൂല് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദിലാണ്. അമൂലിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയുമാണ് ആര്? ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യൻ. അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത് 1946-ലാണ്. 1946-ലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ദേശീയ ക്ഷീരവികസന ബോർഡുണ്ട്, അതേപോലെ ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രമുണ്ട്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ക്ഷീര വികസന ബോർഡ് എന്ന് പറയുമ്പോൾ അവിടെ ആനന്ദാണ്. നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, എന്താണ്? ആനന്ദിലാണല്ലോ ഇത് തുടക്കം കുറിച്ചത്. ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് അമൂല് തുടക്കം കുറിച്ചത്. അവിടെ നിന്നാണല്ലോ അത് വികസിച്ചു വന്നത്. അപ്പൊ ആനന്ദിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ദേശീയ ക്ഷീര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ക്ഷീര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദിലാണ്. ഇനി ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരിയാനയിലെ കർണാലിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന നമ്മൾ അമൂല് എന്ന് പറയുന്നത് വന്നത് നമ്മൾ പഠിച്ചു. അത് അവിടെ നിന്ന് എന്താണ് വികസിച്ചു വരികയാണ്. ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ദേശീയ ക്ഷീര വികസന ബോർഡ് എവിടെയാണെന്ന് വെച്ചാൽ ഗുജറാത്തിലെ ആനന്ദിലാണ്. അപ്പൊ ഇതിന്റെ വികസനത്തെക്കുറിച്ച് നമ്മൾ ദൂരെ നിന്നുകൊണ്ട് ഗവേഷണം നടത്തുകയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ടെക്നോളജി ഒന്നുമില്ല. ആരെങ്കിലൊക്കെ പറഞ്ഞ് കേൾക്കണം ഇതിനെക്കുറിച്ചൊക്കെ. അത് ഏതിലൂടെയാണ് നമ്മൾ കേൾക്കുക? കർണത്തിലൂടെ. കർണാൽ എവിടെയാണ്? ഹരിയാനയിലാണ്. അപ്പൊ എന്താണ്? ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഹരിയാനയിലെ കർണാലിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ രണ്ടും പരസ്പരം മാറരുത്. ദേശീയ ക്ഷീര വികസന ബോർഡ് അത് ഗുജറാത്തിലെ ആനന്ദിലാണ്, അതേപോലെ തന്നെ ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രം ചെയ്യുന്ന ഹരിയാനയിലെ കർണാലിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? പ്രസ്താവന 1 ശരിയാണ്, 2 ശരിയല്ല എന്നതാണ്. 2 എന്തുകൊണ്ടാണ് തെറ്റിയത്? അവിടെ ഉത്തർപ്രദേശ് എന്നാണ് വരേണ്ടത്. ഇനി ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക. അപ്പോൾ ധാതുക്കളുടെ ശേഖരണവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ് ലിസ്റ്റ് 1-ൽ. ആ ധാതുക്കൾ ഏതൊക്കെയാണെന്നാണ് ലിസ്റ്റ് 2-ൽ കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മളൊന്ന് മാച്ച് ചെയ്യണം. ഇവിടെ മയൂർഭഞ്ച് എന്ന് പറയുന്നത് ഇരുമ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മളത് പഠിച്ചു വെക്കുന്നത് ഇരുമ്പ് ബഞ്ച് എന്നാണ് പഠിക്കുക. എങ്ങനെയാണ്? ഇരുമ്പ് ബഞ്ച് എന്ന് നമ്മൾ പഠിക്കും. ഇരുമ്പ് ബഞ്ച്, നമ്മൾ ഇരിക്കുന്ന ബഞ്ച് ഉണ്ടല്ലോ, ഇരുമ്പ് ബഞ്ച്. അപ്പം മയൂർഭഞ്ച് എന്താണ്? ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. ഇനി കോലാർ എന്ന് പറയുന്നത് നമ്മുടെ സ്വർണവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഈ സ്വർണത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. പത്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ കാണാം. ഈ അടുത്ത് തന്നെ നമ്മൾ കണ്ട ഒരു വാർത്തയാണ്. എന്താണ്? 3 പവന്റെ മാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു അമ്മയെ ഒരു മകൻ കൊന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ എന്താണ് ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത. ഒരു 3 പവന്റെ മാലയ്ക്ക് വേണ്ടിയിട്ട് രക്തബന്ധം തന്നെ ജനിച്ച സ്വന്തം മാതാവിനെ തന്നെ കൊന്നു എന്നൊരു വാർത്ത പത്രത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന സ്വർണത്തിനൊക്കെ ഭയങ്കര വില കൂടിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ സ്വർണ്ണം ഇട്ട് നടക്കുന്നവരൊക്കെ കയ്യിൽ ഒരു കോലും പിടിച്ചാൽ നടക്കണേ. എന്തിനാണ്? എപ്പോൾ വേണമെങ്കിലും തട്ടിക്കൊണ്ട് പോവാം. അതുകൊണ്ട് കോല് വെച്ച് അടിച്ചോടിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ കോലാർ സ്വർണം ഓർത്തിരിക്കാം. ഇനി ഈ പറയുന്ന റാണി ഉണ്ട് കേട്ടോ. ആ റാണീനെ എപ്പോഴും കുറേ പേര് വന്ന് കമന്റ് ചെയ്യും. അപ്പോൾ റാണിയുടെ കയ്യിൽ എപ്പോഴും ഒരു കല്ലുണ്ട്, കാലിൽ വെച്ച് ഒറ്റ ഏറങ്ങെറിയും. അപ്പോൾ റാണിഗഞ്ച് എന്ന് പറയുന്നതാണ് കൽക്കരിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണെന്ന് ഓർത്തിരിക്കാം. ഇനി മലഞ്ച് ഗണ്ട് എന്നാണ് പറഞ്ഞത്, അവിടെ ചെമ്പെന്നാണ്. നോക്കുക, മലഞ്ചിഞ്ച് ചെമ്പ്, ആ ഒരു ഇഞ്ച വെച്ചിട്ട് ചെമ്പിലേക്ക് കണക്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ മലഞ്ചുകണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ചെമ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ മയൂർഭഞ്ച് എന്ന് പറയുന്നത് ഡി ആണ്, അതായത് 1 ഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ അടുത്തത് ഈ പറയുന്ന 2 എന്ന് പറയുന്നത് നമ്മുടെ സിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഈ പറയുന്ന ഓപ്ഷനും കളയാം, ഇനി നമുക്ക് സിയും ഡിയുമാണ് ബാക്കിയുള്ളത്. അടുത്തതിൽ നമുക്ക് ഉത്തരം കിട്ടണം. റാണിഗഞ്ച് കൽക്കരിയാണ്, അതായത് സി എന്ന് പറയുന്നത് എയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്, അതാണ് ശരി. ഇനി അടുത്തത് നമ്മളെ അടുത്തത് എന്താണ്? 4 എന്ന് പറയുന്നത് മലഞ്ചുകണ്ടാണ്. മലഞ്ചുകണ്ട് എന്ന് പറയുന്നത് ചെമ്പുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇതിൽ ഈ മയൂർഭഞ്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ ഒഡീഷയിലാണ്. അപ്പോൾ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഒഡീഷയിലാണ് മയൂർഭഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന മയൂർഭഞ്ച് എന്ന് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഒഡീഷയിലാണ്. അതുപോലെ തന്നെ സുന്ദർഗഡ്, ജാറ്, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഒഡീഷയിലാണ്. സുന്ദർഗഡ്, അതേപോലെ തന്നെ മയൂർഭഞ്ച്, അതേപോലെ തന്നെ ജാറ്, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഒഡീഷയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. എവിടെയാണ്? ഒഡീഷയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കോലാർ എന്ന് പറയുന്നത് എന്താണ്? സ്വർണ്ണഖനിയാണ്. അത് കർണാടകയിലാണ്. നമ്മൾ കേൾക്കാറുള്ളതാണ് കോലാർ ഹട്ടി എന്ന് പറയുന്ന സ്വർണ്ണഖനിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അതുപോലെ തന്നെ രാംഗിരി എന്ന് പറയുന്ന സ്വർണ്ണഖനി ആന്ധ്രാപ്രദേശിലാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കർണാടകയാണെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനി ആരംഭിക്കാൻ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലെ ജോനഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത്
കുർണൂൽ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ജില്ലയിലാണ് ഈ ജോനഗിരി ഉൾപ്പെടുന്നത്. അപ്പോൾ പറഞ്ഞ പോയിന്റുകൾ ഒരിക്കൽ കൂടി പറയാം. മയൂർഭഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇരുമ്പ് അയിരുമായിട്ട് ബന്ധപ്പെട്ട ഖനന മേഖലയാണ്. അത് ഒഡീഷയിലാണ്. മയൂർഭഞ്ച് ഒഡീഷയിലാണ്. അതേപോലെ തന്നെ അവിടെ സുന്ദർഗഡും ഉണ്ട്, ജാറും ഉണ്ട്. ഒഡീഷയിൽ തന്നെ ഈ ഇരുമ്പുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് സുന്ദർഗഡും അതുപോലെ തന്നെ ജാറും. പിന്നെ നമ്മൾ കോലാറിലേക്ക് വന്നു. കോലാർ കർണാടകയിലാണ്. അത് പഠിച്ചപ്പോൾ ഹട്ടിയും നമ്മളവിടെ പഠിച്ചു. അതിനോടൊപ്പം രാംഗിരി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശ്. ഇത് സ്വർണ്ണ ഖനികളാണ്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഏതാണ്? നമ്മുടെ കർണാടകയാണെന്ന കാര്യം ഓർക്കാം. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഒന്നും എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത്? ഒഡീഷയാണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. രണ്ടാമത് ഛത്തീസ്ഗഡ് ആണ്. മൂന്നാമത് കർണാടകയാണ്. ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന എവിടാന്ന് വെച്ചാൽ കർണാടക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന എവിടാന്ന് വെച്ചാൽ കർണാടക. അവിടെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കോലാറും ഹട്ടിയും ഒക്കെ കടന്നു വരണം. ഒപ്പം രാംഗിരി എവിടെയുണ്ട്? ആന്ധ്രാപ്രദേശിലുണ്ട്. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞ എന്താണ്? ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനി ആരംഭിക്കാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലെ ജോനഗിരിയിലാണ്. എന്താണ്? ജോനഗിരിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ പറഞ്ഞെന്താണ്? ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് എവിടെയാണ്? ഒഡീഷയിലാണ്. രണ്ടാമത് വരുന്നത് ഛത്തീസ്ഗഡിലാണ്. മൂന്നാമത് വരുന്നത് കർണാടകയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഒന്ന് എന്ന് പറയുന്നത് റാണിഗഞ്ച് ആണ്. ഈ റാണിഗഞ്ച് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൽക്കരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ചോദിച്ചാൽ അത് ജാർഖണ്ഡിലെ ജാരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇത് PSC പരീക്ഷയിൽ എത്രയോ തവണ ചോദിച്ചിരിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ചോദിച്ചാൽ ഏതാണ്? ജാരിയാണ്. ജാരി എവിടെയാണ്? നമ്മുടെ ജാർഖണ്ഡിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. എവിടെയാണ്? ജാർഖണ്ഡിലാണ്. അതേപോലെ തന്നെ റാണിഗഞ്ച് എവിടെയാണ്? റാണിഗഞ്ച് പശ്ചിമ ബംഗാളിലാണ്. അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കൽക്കരി ഖനിയാണ് ഈ പറയുന്ന റാണിഗഞ്ച്. അത് പശ്ചിമ ബംഗാളിലാണ്. അതേസമയത്ത് ജാറിയ എവിടെയാണ്? ജാർഖണ്ഡ്. അതെന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മലഞ്ച്ഗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്? ചെമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. അത് മധ്യപ്രദേശിലാണ്. അതേപോലെ തന്നെ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഗേത്രി ചെമ്പുഖനി. എന്താണ്? PSC എപ്പോഴും ചോദിക്കാറുള്ള ഒന്നാണ് ഗേത്രി ചെമ്പുഖനി. അതെവിടെയാണോ? അത് നമ്മുടെ രാജസ്ഥാനിലാണ്. ഗേത്രി രാജസ്ഥാനിലാണ്. മലഞ്ച്ഗണ്ട് എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. കോലിഹാൻ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ ഇവിടെ ചെമ്പുഖനി ഒന്ന് ഗേത്രി, മറ്റൊന്ന് കോലിഹാൻ. അതുപോലെ തന്നെ കോലിഹാൻ ഇതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട രാജസ്ഥാനാണ്. അതേ സമയത്ത് മലഞ്ച്ഗണ്ട് എവിടെയാണ്? നമ്മുടെ മധ്യപ്രദേശിലാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ മധ്യപ്രദേശാണ്. ലോകത്താണെങ്കിലോ ചില്ലിയാണ്. ചെമ്പ് ചില്ലി അങ്ങനെ നമ്മൾ പഠിക്കാറുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചില്ലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് നമ്മുടെ മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അത് നമ്മുടെ ചൈനയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. എന്നാൽ ഇന്ത്യയിലെ ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷ രണ്ടാമത്, ഛത്തീസ്ഗഡ് മൂന്നാമതാണ്. ഏത് വരുന്നത്? കർണാടക വരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന എല്ലാം എന്താണ്? പ്രീവിയസ് ആയിട്ട് പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രദേശം റിപ്പീറ്റായി ചോദിക്കുന്നതാണ് നമ്മുടെ നെയ്വേലിയാണ്. അല്ലെ? ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണുന്ന തമിഴ്നാട്ടിലെ പ്രദേശമാണ് നമ്മുടെ നെയ്വേലി. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ലിഗ്നൈറ്റ് എന്ന കൽക്കരി ഇനമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ 17ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തി എഴുതുക എന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന അടുത്ത ഒരു ചോദ്യം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. അതെന്താണ്? നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ആ ഒരു പ്രസ്താവന എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് എന്താണ്? നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അതും ശരി തന്നെയാണ്. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക എന്ന് പറയുന്നതും നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇവിടെ 3 പ്രസ്താവനയും ശരിയാണ്. അവിടെ ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നീതി ആയോഗിനുമായി ബന്ധപ്പെട്ട് അതിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് SCRT പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞത്. അതിൽ 3 പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം.
PS പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 2015 ജനുവരി 1 തീയതിയാണ് നമ്മുടെ രാജ്യത്ത് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നീതി ആയോഗ് നിലവിൽ വന്നത്. ആ ഒരു തീയതിയൊക്കെ ഓർത്തിരിക്കണം. 2015 ജനുവരി 1 തീയതിയാണ്. അപ്പോൾ ഏത് ദിവസമാണ്? 2015 ജനുവരി മാസം 1 തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2015 ജനുവരി 1 തീയതിയാണ്. ഇനി നീതി ആയോഗിന്റെ പൂർണ്ണരൂപമൊക്കെ ചോദിക്കാറുണ്ട്. നീതി എന്നതിന്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഇനി ആരാണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. ആരാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ? പ്രധാനമന്ത്രിയാണ്. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? ന്യൂഡൽഹിയിലാണ്. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരൊക്കെ നിയമിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അവരൊക്കെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി താൽക്കാലിക അംഗങ്ങളായിട്ട് വരാറുണ്ട് കുറച്ച് ആൾക്കാർ. അവർ പ്രധാന സർവകലാശാലയിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളവരാണ് ഇതിൻ്റെ താൽക്കാലിക അംഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. അത് PS പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഇവിടെ ഉത്തരം എല്ലാം ശരി എന്നതാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 19ാമത്തെ ചോദ്യം. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തവ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ശരിയല്ലാത്തവയാണ്. അത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഉത്തരത്തിലേക്ക് വരേണ്ടത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എന്തല്ല? ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. ശരിയല്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറയുന്നത് ശരിയാണ്. ഇനി 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. അതിന് പകരമായിട്ട് നീതി ആയോഗ് 2015 ജനുവരി 1 വന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തന്നത് തെറ്റേതാണ്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എന്തല്ല? ഒരു ഭരണഘടനാ സ്ഥാപനമല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഒന്നാമതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കുക, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക എന്നതാണ്. അവിടെ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആ ഒരു കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇനി ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ പഠിക്കുന്നതാണ് ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം നമ്മുടെ ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യം 389 ആയിരുന്നുവെന്നും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം അത് എത്രയായിട്ട് മാറി? 299 ചുരുങ്ങി എന്നും നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബന്ധപ്പെട്ടതിൽ ശരിയായത് കണ്ടെത്തുക. 1, 2, 3 ശരി. അവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 389 ആണ്. ആ 389 296 പേര് എലക്ട് ചെയ്ത് വരുന്നു. 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നും നോമിനേറ്റ് ചെയ്താണ് വരുന്നത്. അതിൽ 296 വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 292 അതേപോലെ തന്നെ 4. അതിൽ 292 അംഗങ്ങൾ നമ്മുടെ അന്നുണ്ടായിരുന്ന 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് വരുമ്പോൾ 4 അംഗങ്ങൾ അന്ന് ഉണ്ടായിരുന്ന 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നാണ് വരുന്നത്. നമ്മളത് പഠിക്കാൻ വേണ്ടി ABCD എന്ന് പറയുന്ന ഒരു കോഡൊക്കെ ഉപയോഗിക്കും. അതായത് ആ 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യ പഠിക്കാൻ വേണ്ടിയിട്ട്. A എന്ന് പറയുന്നത് അജ്മീർ ആണ്. അതുപോലെ തന്നെ B എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ ആണ്. അതുപോലെ തന്നെ C എന്ന് പറയുന്നത് കൂർഗ്. D എന്ന് പറയുന്നത് ഡൽഹിയാണ്. അപ്പൊ അന്നുണ്ടായിരുന്ന 4 ഈ പറയുന്ന ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളാണ്. അപ്പൊ അവിടെ നിന്ന് ഈ പറയുന്ന എലക്ട് ചെയ്ത് വരുന്ന 4 പേരും അതുകൂടാതെ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് വരുന്ന 292 പേരും, ഇത് രണ്ടും കൂട്ടിയിട്ടാണ് 296 എലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ അന്ന് ഈ പറയുന്ന ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളും അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തിരുന്നത്. അതാണ് ഇവിടെ ഈ പറയുന്ന 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാൻ കാരണം. അതൊക്കെ ഓർത്തിരിക്കണം. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന കാര്യം ഓർക്കുക. അതായത് ഇത്രയും ആൾക്കാരെ പ്രതിനിധീകരിക്കാൻ വേണ്ടി 1:10 ലക്ഷം അങ്ങനെയാണ്. അതായത് 10 ലക്ഷം പേരെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട്
എന്താണ് ഒരാൾ എന്ന ആ ഒരു രീതിയിൽ, ഒരു ആനുപാതിക രീതിയിലാണ് ആ ഒരു സമയത്ത് എന്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി ഈ വിഭജന ശേഷം ഈ 389 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? 299 മാറുന്നു എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. 299 മാറുന്നു എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നതാണ്. അത് കൃത്യമായിട്ട് പഠിക്കണം. ആ ഒരു മാർക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ തന്നെ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് അത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? നമ്മളെ ഈ പറയുന്ന നമ്മുടെ എന്താണ് ഏതൊക്കെ മേഖലയിൽ ആണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നതെന്നൊക്കെ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ആരെന്നാണ് ഓൾറെഡി നമ്മൾ കേരള സാഹിത്യ അക്കാദമി, കേരള ലളിതകലാ അക്കാദമി അതിൻ്റെ ക്ലാസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ആ ഒരു ക്ലാസ്സിലേക്ക് പോയിരുന്നത്. അപ്പം ഇവിടെ എന്താണ്, ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ സച്ചിദാനന്ദനാണ്. നമ്മൾ അന്ന് പറഞ്ഞ ഒരു പോയിന്റാണ്. കെ സച്ചിദാനന്ദനുണ്ട്, പി സച്ചിദാനന്ദനുണ്ട്. പി സച്ചിദാനന്ദൻ ആനന്ദ് എന്നറിയപ്പെടുന്നു. കെ സച്ചിദാനന്ദനാണ് നമ്മുടെ ഈ പറയുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി കേരളയുടെ കെ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മൊത്തം, അതായത് ഈ പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കേരള സാഹിത്യ അക്കാദമി, കേരള ലളിതകലാ അക്കാദമി അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മാക്സിമം പോയിന്റുകൾ നമ്മളൊരു ക്ലാസ്സിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിച്ചാൽ മതി, നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത് രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക എന്നതാണ് 22ാമത് ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നഗരപാലിക അതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഏതാണെന്ന് ഒരുപക്ഷെ ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും. അത് ഏതാണ്? നമ്മുടെ ഈ 22ാമത് ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് നഗരപാലികയാണ്. അപ്പോൾ അവിടെ ഏതാണ് വരിക? 44 നൽകിയിട്ടുണ്ട്, 73 നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ 91 നൽകിയിട്ടുണ്ട്, 74 തന്നിട്ടുണ്ട്. അവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 74 ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 74 ഭേദഗതിയാണ്. മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് എന്താണ്? അതായത് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അധികാരം ലഭിക്കാൻ കാരണമായ ഭേദഗതിയാണ് ഏത് ഭേദഗതി? 74 ഭേദഗതി. ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണ്? PV നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ്. 1992 അത് പാസ്സാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ 1993 ജൂൺ 1 എന്താണ് ഈ ഒരു ഭേദഗതി നിലവിൽ വരുന്നു. 1993 ജൂൺ 1 എന്താണ് ഈ ഒരു ഭേദഗതി നിലവിൽ വരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ഭേദഗതിയൊക്കെ അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഇതിൽ ഒപ്പിട്ടത് ആരാണെന്ന് വെച്ചാൽ ശങ്കർ ദയാൽ ശർമ്മയാണ്. ആരാണ്? ശങ്കർ ദയാൽ ശർമ്മയാണെന്ന കാര്യം നമ്മൾ പഠിക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഭരണഘടനയിലേക്ക് ഏത് ഭാഗം കൂട്ടിച്ചേർക്കുന്നത്? 9A എന്ന് പറയുന്ന ഭാഗം കൂട്ടിച്ചേർക്കുന്നത്. 9A എന്ന് പറയുന്ന ഭാഗം കൂട്ടിച്ചേർക്കുന്നത്. അതേപോലെ തന്നെ ഒരു പട്ടികയും കൂടെ കൂട്ടിച്ചേർക്കും. 12ാമത്തെ പട്ടികയും കൂടി നമ്മുടെ ഭരണഘടനയിൽ 74ാമത്തെ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കുക. ഈ 9A എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് 243P മുതൽ 243ZG വരെയുള്ള ആർട്ടിക്കിൾ ഉൾപ്പെടുന്നത്. അങ്ങനെ ടോട്ടൽ അവിടെ 18 ആർട്ടിക്കിളാണ് 9A എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുള്ളത് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. ഇനി 12ാം പട്ടിക ഏത് അനുച്ഛേദത്തിന്റെ വിവരണാത്മകമായ രൂപമാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ പറയുന്ന 74ാം ഭേദഗതിയിലൂടെ ഒരു പട്ടിക കൂട്ടിച്ചേർത്തു. 12ാമത്തെ പട്ടിക അത് ഏത് ആർട്ടിക്കിളിന്റെ വിവരണാത്മകമായ രൂപമാണെന്ന് ചോദിച്ചാൽ 243W ആണ്. 243W എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ വിവരണാത്മക രൂപമാണ് 12ാം പട്ടിക. അതിൽ തന്നെ 243W എന്ന അനുച്ഛേദത്തിൽ പ്രതിപാദിക്കുന്ന മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ്. മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് 243W എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. അതിന്റെ വിവരണാത്മകമായിട്ടുള്ള രൂപമാണ് ഈ പറയുന്ന 12ാമത്തെ പട്ടിക എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 12ാം പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 18 വിഷയങ്ങളാണ്. 18 വിഷയങ്ങളാണ്. ഇതിനെ തുടർന്നാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് വരുന്നത്. എന്നാണ് വരുന്നത്? 1994 മെയ് 30 എന്നാണ് 1994 മെയ് മാസം 30-ാം തീയതിയാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് വരുന്നത്. ഇതിനെ തുടർന്ന് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്കറിയാം നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് അമെൻമെന്റുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഭേദഗതികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ സിലബസിൽ എടുത്തു പറയുന്ന ഭേദഗതികളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ അവസാനമായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ഭേദഗതികളുണ്ട്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയയും കൂടെ ഉണ്ടാക്കി വെക്കുക. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭേദഗതികൾ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ പഠിക്കുക. വളരെ സിമ്പിളായിട്ട് ഒരു മാർക്ക് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ തന്നെ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന 22ാമത്തെ ചോദ്യമാണ് നമ്മളിവിടെ പറഞ്ഞത്.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ വേറൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ ഓരോ ചോദ്യം അതിൻ്റെ ഫൈനലാൻസൊക്കെയും ഒപ്പം അനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ചോദ്യങ്ങളും പരിചയപ്പെടുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ മേഖല പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ 73ാമത്തെ ഭേദഗതിയിൽ നിന്ന് ചോദ്യം വന്നെങ്കിൽ 73ാമത്തെ ഭേദഗതി അല്ലെങ്കിൽ 74ാമത്തെ ഭേദഗതി, ആ ഭേദഗതികൾ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞു പോകുന്ന ആ ഒരു ഭാഗം ഒന്ന് പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നല്ല അടുക്കും ചിട്ടയോടുകൂടി SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയും നല്ലൊരു റാങ്കിൽ എത്താനും സാധിക്കും. ഇന്നലെ നടന്ന ആ ഒരു LDCൻ്റെ പേപ്പറൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ചോദ്യങ്ങൾ SCRTയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ആ ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിൽ സാറ് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ആ ചാപ്റ്റർ പോയിട്ട് നിങ്ങൾക്ക് വായിക്കാനും വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷയിൽ അതിൽ കൃത്യമായിട്ട് സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിനു മുമ്പ് എന്താണ് PSC പരീക്ഷകളൊക്കെ നടക്കുമ്പോൾ അതിനു മുമ്പ് ഇങ്ങനെ ഒരു പരീക്ഷ നടക്കുകയും അതിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് പിന്നീട് വരുന്ന LDC പരീക്ഷയിലൊക്കെ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് കുറേ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതേ ചാപ്റ്ററിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതിനെ ബേസ് ചെയ്തുകൊണ്ടും വരാൻ പോകുന്ന LDCയിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ എത്രയോ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ആ ഒരു വീഡിയോ നമ്മുടെ ലക്ഷ്യയുടെ PSC യൂട്യൂബ് ചാനലുണ്ടല്ലോ, അവരുടെ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് നോക്കുക. കാരണം അത് നല്ലൊരു വീഡിയോ ആണ്. കാരണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. അത് പഠിക്കുക എന്ന് വെച്ചാൽ അങ്ങ് വായിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററുകളാണ്. അതിൽ ചില ചാപ്റ്ററുകൾക്ക് അദ്ദേഹം CBSE ആ ഒരു മേഖലയിൽ നിന്നൊക്കെ ചോദിച്ചായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് എന്താണ്, കൃത്യമായിട്ട് നമുക്കറിയാം കുറേ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. അവർ പറയുന്നത് എന്താണ്, അതൊക്കെ 1-2 ചോദ്യങ്ങളൊക്കെ അങ്ങനെ വരും എന്ന് വെച്ച് നമ്മൾ CBSE ടെസ്റ്റൊക്കെ എന്താണ് പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും തീരത്തില്ലല്ലോ. അത് അങ്ങനെ വിട്ടേക്കുക. അതാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് ഞാനും നിങ്ങളോട് പറയുന്നത്. നമ്മൾ SCRT എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒന്ന് പക്കയാക്കി വെക്കുക. പിന്നെ ചില ടോപ്പിക്കുകൾ ഈ +2 ലെവലിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ SCRT അതായത് ഈ പറയുന്ന 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളത് പക്കയാക്കുക. അതിനുശേഷം വരുന്ന എന്താണ്, നമ്മൾ സമയം കിട്ടുകയാണെങ്കിൽ അതും നമ്മളൊന്ന് വായിച്ചു പോവുക. അപ്പം നമ്മൾ ഗൈഡൊക്കെ വായിക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ പുതിയ എല്ലാ ഗൈഡുകളിലും ഈ പറയുന്ന SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഇത് SCRT എന്ന് ചോദിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നെങ്കിലും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഈ ഒരു 2021 ശേഷം നടന്ന പരീക്ഷയിലെ ചോദ്യ പേപ്പർ ഒക്കെ എടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഈ ചോദ്യങ്ങളെല്ലാം അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതിനോടൊപ്പം ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ പറയുന്ന മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആ ഒരു ഭാഗം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. അവിടെ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. കാരണം ബാക്കി എല്ലാ ഭാഗവും, അതായത് ബാക്കി വരുന്ന 70 മാർക്ക് ഉണ്ടല്ലോ, അവിടെ ഒരു നിശ്ചിത മാർക്കായിരിക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, നിങ്ങളൊരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അവസാനത്തെ റാങ്കിലാണ് വന്നതെന്ന് വിചാരിക്കുക. ഒരുപക്ഷെ അവിടെ നിങ്ങൾക്ക് മാർക്ക് പോകുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും മാർക്ക് കിട്ടാതെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ അവസാനത്തെ ആ റാങ്കിൽ വന്നിരിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന കട്ട് ഓഫിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും അതുപോലെ തന്നെ മാത്സിൻ്റെയും ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് വളരെ കുറവായിരിക്കും കിട്ടുക. എന്നിട്ട് പോലും നിങ്ങൾ എന്താണ് ആ ഒരു കട്ട് ഓഫിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കട്ട് ഓഫ് കടന്ന് അവസാനത്തെ ആ റാങ്കിൽ എത്തിയിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഇംഗ്ലീഷും മലയാളത്തിനും മാത്സിനും നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇംഗ്ലീഷും മലയാളവും മാത്സും എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് സമയം എടുത്തുകൊണ്ട് അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്താൽ തന്നെ ഇംഗ്ലീഷും മലയാളത്തിനും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.